ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണി എക്കാലത്തെയും ഉയർന്ന നിലയിൽ. സെൻസെക്സ് പുതിയ ഉയരത്തിലെത്തി. നിഫ്റ്റി 22,500 മുകളിൽ. ആഗോള വിപണികളിലും കുതിപ്പ് തുടരുന്നു. അവസാന സാമ്പത്തിക പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 8% റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. വളർച്ചാ എസ്റ്റിമേറ്റ് 7.3% നിന്ന് 7.6% പരിഷ്കരിച്ചു. നിർമ്മാണ ഉൽപാദന മേഖലകളിലെ വളർച്ചയ്ക്കൊപ്പം ഗ്രാമീണ ഡിമാൻഡ് മെച്ചപ്പെട്ടു വരികയാണെന്നും RBI ഗവർണർ. വിദേശ വാണിജ്യ വായ്പ വഴി $2 ബില്യൺ സമാഹരിക്കാൻ പദ്ധതിയിട്ട് 7 നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ. REC, ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസ്, L&T ഫിനാൻസ് തുടങ്ങിയവ പട്ടികയിൽ. ഹെഡ്ജിംഗ് ചെലവ് കുറവായതും ആഗോള പലിശ നിരക്കും അനുകൂലമെന്ന് കമ്പനികൾ. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം ഉയർന്നു. കഴിഞ്ഞ മാസം ക്രൂഡ് വിഹിതം 27% നിന്ന് 32% ഉയർന്നു. അതേസമയം ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി 65% നിന്ന് കഴിഞ്ഞ വർഷം 50% ഇടിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ രൂപ റേഞ്ച് ബൗണ്ടിൽ തുടരുമെന്ന റോയിട്ടേഴ്സ് പോൾ. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ശ്രദ്ധേയമായ സ്ഥിരത കൈവരിക്കുമെന്ന് പഠനം. രൂപയുടെ നേട്ടത്തിന് കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറൻസി വിപണികളിലെ ശരിയായ ഇടപെടൽ. ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ആഗോള വിപണികൾക്കൊപ്പം ഇന്ത്യൻ ഓഹരി വിപണിയും ഇന്ന് റെക്കോർഡ് ഉയരത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. സെൻസെക്സ് 74,000 കടന്നും നിഫ്റ്റി 22,500 കടന്നുമാണ് വ്യാപാരം തുടങ്ങിയത്. US പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ടില്ലെങ്കിലും ഈ വർഷം നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകളൊക്കെ തുടർന്നാണ് ഇന്ന് വിപണിയിലെ ഒരു കുതിച്ചുചാട്ടം എന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ നിരീക്ഷിക്കുന്നത്. ഏതായാലും വിപണിയിലെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിന് ശേഷം നിലവിൽ ഒരു ഫ്ലാറ്റായിട്ടാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം തുറന്നത്. നമുക്ക് സൂചികകളിലേക്ക് കടക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 22,464 പോയിന്റിലാണ്. 9 പോയിന്റ് ഇടിവിൽ നേരിയൊരു ഇടിവിലേക്ക് വന്നിട്ടുണ്ട്. 9 പോയിന്റ് ഇടിവിൽ 22,464 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 59 പോയിന്റ് ഇടിവിൽ 47,905 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന നിരക്ക് ഇന്ന് 22,505, അതാണ് ഓൾ ടൈം റെക്കോർഡ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. 22,505 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിനുശേഷം നിലവിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ പക്ഷേ ഒരു ഗ്രീൻ സിഗ്നലാണ്. അവിടെ 13% ഉണർവിൽ 20,999 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ സെൻസെക്സിൽ ഒരു ഫ്ലാറ്റിലേക്ക് വ്യാപാരം തുടരുകയാണ്. 74,061 പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. എന്തൊക്കെ സൂചനകളൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു കുതിപ്പിൽ നിന്ന് പിന്നീട് ഫ്ലാറ്റിലേക്ക് എത്തിയൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂവിൽ ഇനിയൊരു അതിഥിയാണ് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു ഓൾ ടൈം റെക്കോർഡിലേക്ക് എത്തിയതിനു ശേഷം ഇപ്പോൾ നിലവിൽ ഒരു ഫ്ലാറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം ഇതിനെ സ്വാധീനിച്ചിരിക്കുന്നത്? മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ഉയർച്ചയിലായിരുന്നു. ഇന്നലെയും മാർക്കറ്റ് ഇൻട്രാഡേ ഒരു ലോ വന്നെങ്കിലും അതിനുശേഷം ഏകദേശം 10,250 പോയിന്റിന്റെ നിഫ്റ്റിയിൽ ഒരു റാലി ഇന്നലെ വന്ന് ഏകദേശം ഹൈയിലടുത്താണ് ക്ലോസ് ചെയ്തത്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. എന്നാലും മാർക്കറ്റിന് ഈ നിലയിൽ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാർക്കറ്റിന്റെ വാല്യുവേഷൻ അനുസരിച്ച് ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലും പ്രത്യേകിച്ച് മിഡ് ക്യാപ്സിലും ഒക്കെ ഒരു ഹൈ പ്രൈസ്ഡ് ആയി എന്നൊരു തോന്നല് സെബിക്കും തോന്നിയിട്ടുണ്ട്. സെബി അതനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ മ്യൂച്വൽ ഫണ്ടിന് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിന്റെ ഒരു ഹൈയിൽ അടുത്ത് വന്നു. 22,600 ലെവലൊക്കെ ഈ ഒരു കയറ്റത്തിന്റെ പരമാവധി കയറാവുന്ന ഒരു ലെവലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചെറിയ ഒരു ലാഭമെടുക്കലും അതിനെ തുടർന്നുള്ള ചെറിയ ഒരു കറക്ഷനിലേക്ക് മാർക്കറ്റ് പോയാലും അതിനകത്ത് തെറ്റില്ല എന്ന് തോന്നുന്നു. എന്നിരുന്നാലും മാർക്കറ്റിന്റെ താഴ്ന്നു കഴിഞ്ഞാലും മാർക്കറ്റ് താഴ്ന്നതനുസരിച്ച് താഴെ സ്ട്രിപ്പുകളും ഇൻഡിവിജ്വൽ സ്ട്രിപ്പുകളും വളരെയധികം സിലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ അത് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ ഹൈ ലെവലിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തൽക്കാലം വെയിറ്റ് ചെയ്യുന്നതോ ആയിരിക്കും കൂടുതൽ നല്ലത്.
നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിയായെത്തിയത്. ഏതായാലും മാർക്കറ്റിലൊക്കെ തന്നെ നിലവിലൊരു ഫ്ലാറ്റിലാണ് വ്യാപാരം നടക്കുന്നതെങ്കിലും അതിനൊരു കറക്ഷനിലേക്ക് പോകാനോ ഒപ്പം തന്നെ ചിലപ്പോൾ ഒരു ശുഭസൂചനകളൊക്കെ ഉണ്ടായേക്കാം. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി ഇനി ഉച്ചയ്ക്ക് 1:45 മാർക്കറ്റ് വ്യൂവിൽ കാണാം.